ഗേറ്റ്വേ ഡോക്യുമെന്ററിയുടെ പിന്നണിയിൽ പ്രവർത്തിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ നടന്ന നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ മരണത്തിന് പിന്നിലെ ദുരൂഹത പുറത്തു കൊണ്ടുവരണമെന്ന് സഹോദരി ഐശ്വര്യ. തന്റെ അനിയത്തി ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നും മരണം കൊലപാതകമാണെന്ന് സംശയിക്കുന്നതായും ഐശ്വര്യ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജൂലൈ 15-നാണ് കോഴിക്കോട് നഗരത്തിലെ പ്രമുഖ സ്വകാര്യ ആശുപത്രിയിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനി ദുരൂഹ സാഹചര്യത്തിൽ മരണമടഞ്ഞത്. കോളേജ് ഹോസ്റ്റലിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സാക്ഷി പറഞ്ഞതിനു ശേഷമാണ് അനിയത്തി ശ്രീലക്ഷ്മിക്ക് ദാരുണ അന്ത്യം സംഭവിച്ചതെന്നും ഇത് ആത്മഹത്യയല്ല കൊലപാതകമാണെന്നും സഹോദരി ഐശ്വര്യ പറഞ്ഞു. കുട്ടിയെ കാണാതായപ്പോൾ ആശുപത്രി അധികൃതർ പരാതിപ്പെടുകയോ മരണശേഷം ബോഡി കാണാനോ രക്ഷിതാക്കളെ കാണാനോ എത്തുക പോലും ചെയ്തില്ല. ആരെയാണ് അവർ പേടിക്കുന്നതെന്നും ഐശ്വര്യ ചോദിച്ചു. ആ കുട്ടീന്റെ ഫ്രണ്ട്സ്, ടീച്ചേഴ്സ്, അത് പോട്ടെ, അത് അതോറിറ്റിയിൽ ആരെങ്കിലും ഒരാൾ വന്ന് വീട്ടിൽ വന്ന് കാണാം, അങ്ങനത്തെ ഒക്കെ ഒരു സാധാരണ നടക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ മരണം സംഭവിച്ചതിന് ശേഷം ഞങ്ങൾ കുട്ടിയെ ബോഡി കാണാനോ അത് പേരൻസിനെ കാണാനോ അങ്ങനെ ഒരാളും ഞങ്ങൾ വീട്ടിലെത്തിയിട്ടില്ല. അവരാരെയാണ് പേടിക്കുന്നത്? ചിട്ടവട്ടങ്ങളൊന്നും പാലിക്കാതെയാണ് തൂങ്ങി മരിച്ചു എന്ന് പറയപ്പെടുന്ന ബോഡി അഴിച്ചു കിടത്തിയത്. സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണം ഊർജിതമാക്കണമെന്നും ലോക്കൽ പോലീസിൽ നിന്നും നടപടികൾ ഉണ്ടായില്ലെങ്കിൽ മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുമെന്നും സഹോദരി ഐശ്വര്യ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. വാർത്തകളിൽ ഇടവേള. വിലക്കുറവിന്റെ പൂർവ്വമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും